എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ. ഇന്ന് നമുക്ക് കുറച്ച് ഫിഷ് കിട്ടിയിട്ടുണ്ട്. അതിനെയൊക്കെ വെട്ടിക്കൈ വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെന്തോ മുള്ളമീനും ഉണ്ട്, വെള്ളളവെന്നും പറഞ്ഞു. അയാൾ പറഞ്ഞ് നല്ലതാണ്, അതുകൊണ്ട് മേടിച്ചു. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് മാഷ വെട്ടിക്കൈ. എനിക്ക് ഒത്തിരി നിൽക്കാൻ പറ്റില്ല. മാഷ് വെട്ടിക്കഴിഞ്ഞിട്ട് കുടിക്കാൻ പോയിട്ട് അപ്പോഴത് അവരാണെന്നതല്ലേ. അവരാണുങ്ങളല്ലേ, അവർ വെട്ടി അത്ര തന്നെ വൃത്തിയാവും. അപ്പം ഞാൻ വിചാരിച്ച് ഞാനിങ്ങനെ വെട്ടിക്കഴുകി എടുക്കാമെന്ന്. അപ്പം അങ്ങനെ വെട്ടിക്കഴുകി അടുപ്പത്തേക്ക് അടുപ്പൊന്നും കാണുന്നുണ്ടാവില്ല, എനിക്ക് അത്രയ്ക്കൊക്കെ അറിയൂ കേട്ടോ. നമ്മൾ അതിനെ തേങ്ങായും മുളകും മല്ലിപ്പൊടിയും കൂടെ അരച്ച് വെച്ചിരിക്കണം. തേങ്ങായും മുളകും മല്ലിപ്പൊടി, ഒരു കഷ്ണം ഇഞ്ചി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. മുളക് പൊടി 2.5 കിലോ ഉണ്ട്. അപ്പോൾ അരമൂടി നാളികേരവും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി മാത്രമേ ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് ചട്ടിയിലേക്ക് ഒന്നിട്ടാം കേട്ടോ. ഈ ചട്ടിയിലേക്ക് കലക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ചുള്ളൊരു സ്റ്റൈലും ഇല്ലാതെ എൻ്റെ വെപ്പ്. അങ്ങനെ നിയമങ്ങളൊന്നുമില്ല, എൻ്റേതായ ചില രീതികളുണ്ട്, അത് ഞാനും വെക്കും. ഇതെന്താ ഒരു ചെറിയ ചുളവിൽ 4 എണ്ണം ഉണ്ട്. കുടംപൊടി ഉണ്ടോ, കുടംപൊടി 4 ഉണ്ട്, അത് അതിലോട്ടില്ല. എന്നിട്ട് നമ്മൾ മാഷ് കുടിക്കാൻ കയറിയിരിക്കുക. വന്നാൽ എൻ്റെ കുട്ടി ഇതല്ലോ, ഇനിയിപ്പോൾ നിൽക്കാൻ പാടില്ല. പക്ഷേ രജനി ആ കുട്ടിക്ക് ഇതൊന്നും ഇഷ്ടമല്ല. വാക്കിന് അവൾക്ക് മീൻ തൊടുന്നത് ഇഷ്ടമല്ല. അപ്പം നമ്മളെന്തിനാ അതിനെ ബുദ്ധിമുട്ടിക്കുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെ കൊണ്ട് തൊടിയിക്കുക. അപ്പോൾ നമ്മൾ ഇതായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും. 14 വർഷമായി ആ കുട്ടിയോടെ നിൽക്കുന്നു. നമ്മളും അങ്ങനെയൊക്കെ അവിടെ സൗകര്യത്തിൽ നിൽക്കുന്നതുകൊണ്ടല്ലേ അവൾ നിൽക്കുന്നത്. അപ്പോൾ മാഷ് വന്നിന്ന് അവൾ വയ്ക്കും, നീ അവിടെ നിന്ന് അടങ്ങിയിരിക്കുന്നു. മാഷ് നന്നാക്കി തന്നേച്ചുമാണ് പോയത്. മാഷ് നന്നാക്കി തന്നിട്ട് കറിവേപ്പില കേട്ടോ. ഇതാ ഇതിനെ ഇളക്കി പാകത്തിന് ഉപ്പിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. ഇതാ ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ മുളക് പൊടി ഇട്ട്. ഇനി ഇതിലൊന്നും വേണ്ട കേട്ടോ. ഇതാ കറിവേപ്പില കുറച്ച് ടൈപ്പ്, അത് കഴിഞ്ഞ് വേകുമ്പോൾ വാങ്ങി അത് കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അത് ടേസ്റ്റാണ് കേട്ടോ. മീൻ ഇട്ടാൽ പിന്നെ ഇളക്കാൻ പാടില്ല. അപ്പം ഞാനിതൊന്ന് യോജിപ്പിച്ചോട്ടെ. മാഷ് വരുന്നതിന് മുമ്പ് കുളിക്കാൻ പോയിരിക്കാം കേട്ടോ. കുളിക്കാൻ പോയിരിക്കാം. ഇച്ചിരി ഇടാം, പൊടിയാകണം, ഇച്ചിരി ഉപ്പൂടെ വേണമല്ലോ. മതി മതി മതി. പിന്നെ പനമോ. ഇനി നമ്മൾ ഈ മീനെ ഒന്ന് രണ്ടാക്കണം. അപ്പം അതിന് മുമ്പായിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും എനിക്കൊരിഷ്ടം കാന്താരി. ഈ കാന്താരി മുറിച്ചിട്ടെ, നല്ലതല്ലേ കാന്താരി, ശരീരത്തിന് നിറയെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇവിടെ ടീച്ചർ തോട്ടത്തിൽ. അപ്പോൾ എനിക്കൊന്നും ചെയ്യാതാകുമ്പോൾ എനിക്ക് സങ്കടമാണ്. എൻ്റെ തോട്ടങ്ങളൊക്കെ ശ്രദ്ധയില്ലാതെ പോകുന്നത്. അവർ കുട്ടികളെ നമ്മൾ നോക്കണം, എന്നാൽ അങ്ങനെ വരികയുള്ളൂ. താഴേക്ക് വേണം. അതിനിടെ കൂടെ കത്തി എൻ്റെ കയ്യിൽ താഴും. കത്തി എടുക്കുന്നുണ്ട്. മുറിച്ചിടരുത്, രണ്ടായിട്ട് അടയ്ക്കും. ഇത് കൂടുതൽ വേണ്ട കേട്ടോ. ഇതൊന്ന് തിളച്ചോട്ടെ. ഇത് മുള്ളന, ഇത് വറക്കാൻ, ഇത് വയ്ക്കാൻ. തിളക്കട്ടെ, ഒന്ന് നോക്കണം തിളച്ചോണ്ട് കേട്ടോ. എന്നെക്കാട്ടി കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനെയല്ലേ ഈ വെള്ളടമെന്നാണ് പറഞ്ഞത്, എന്തുവാണെന്നാണ് പറയുക. ഇതാണ് വെള്ളടവ്. വെള്ളടവ്
അപ്പം നമ്മൾ നാളികേരം, ഒരു മൂടി നാളികേരം, പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് അരച്ചില്ല, ചതച്ചതുള്ളൂ. ഇത് നമ്മളതിൽ പിന്നെ അരച്ച് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. പെട്ടെന്ന് കാണാൻ വിഷമിക്കുകയാണ്. അതിന് നമ്മൾ നന്നായിട്ട് അരയ്ക്കണം. നന്നായിട്ട് അരച്ച് കലക്കി പാകത്തിന് ഉപ്പ് ഒഴിച്ച് കറിവേപ്പില ഊരിയിട്ട് ഒരു 4 കഷ്ണം കുടംപുളി കിട്ടുക. കടന്ന് തിളക്കുകയാണ് കേട്ടോ. ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ മീനെ മുറിച്ച് വെച്ചില്ലേ ചിത്രം, ആ മീനെ നമ്മൾ അതിലോട്ട് ഇടും കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് മുള്ളനൊന്നും നമ്മൾ എടുക്കണ്ട, അത് വറക്കാനാണ്. ഇത് നല്ലൊരു മീനായി വെള്ളടവ് കണ്ടപ്പോൾ. മാഷിക്ക് ആഗ്രഹം തോന്നുകയാണ്. മാഷ് ടീച്ചറേ മീൻ വന്നിട്ടുണ്ടെന്ന് പറയും. ഞാൻ വെട്ടിയൊക്കെ തരാമെന്നും പറയും. ഇപ്പം അടുത്ത കാലത്ത് 4 ദിവസം വെട്ടാൻ പറഞ്ഞിട്ട് ഞാൻ വെട്ടിയൊക്കെ തരാം. എനിക്ക് സങ്കടം, ഞാൻ നിങ്ങളെ കൊണ്ടൊക്കെ വെട്ടിക്കാൻ. അങ്ങനെ പക്ഷെ എൻ്റെ അമ്മയ്ക്കൊക്കെ വയ്യാതെ കിടക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരൊക്കെയാണ് വെട്ടുന്നത്. അയ്യോ ഇത് തിരിതാത്ത് വെച്ചിരിക്കുക, പിന്നെ ഞാൻ തിളയ്ക്കുന്നത്. ഇതൊക്കെയാണ് സരസ്വതി ടീച്ചറിൻ്റെ ഇടപാട്. തിരിതാത്ത് വെച്ചിരിക്കുക എന്നിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ എപ്പോഴേ തിളയ്ക്കണം. മാഷ് കുളിച്ചിട്ട് വരുന്ന മുമ്പ് തിളയ്ക്കണം കേട്ടോ. ഞാൻ നോക്കട്ടെ, തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി കൂടി ഇട്ടില്ല. ഫ്രിഡ്ജും തുറന്ന് നോക്കട്ടെ. ഇനിയൊക്കെ ജന്മം നമ്മളെ തക്കാളി ഒന്നും മേടിക്കണം. മത്തി മേടിക്കേണ്ട തക്കാളി തക്കാളി ഉണ്ടേ. ഇപ്പം തക്കാളി കണ്ടില്ലേ? അപ്പോൾ തക്കാളിയാണെന്ന് പറയുന്നത്. നെല്ലിക്ക എത്രയേ ഉള്ളൂ? 100 രൂപയാണ് തക്കാളിക്ക് വില 1 കിലോയ്ക്ക്. ഞാനിവിടെ കൊണ്ടുവന്നതിനോട് 1/2 കിലോ മേടിച്ചു. 1/2 കിലോയെ മേടിച്ചുള്ളൂ. അത് ഇതിലോട്ടോ. അതും കൂടി ഇടാം അല്ലേ? ഇതൊന്നും ഈ വലിയ പാചകക്കാർ ചെയ്യുന്നൊന്നും അല്ല. ടീച്ചറുടെ കുഞ്ഞു പാചകത്തിൽപ്പെടുന്ന കേട്ടോ. കുഞ്ഞു പാചകവും അതൊക്കെ നിങ്ങൾ സദയം ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഇടണേ. പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറേ കൂട്ടുകാർ പുതിയതായിട്ട് വരുന്നുണ്ട്. ടീച്ചറമ്മേനൊക്കെ സ്നേഹപൂർവ്വം ഒരുപാട് സന്തോഷം. ഈ തിളച്ചു കേട്ടോ. കാരണം പ്രാവശ്യം കുളിച്ചിട്ട് വരുന്നുണ്ട് ഈ അടുക്കള ഞാൻ ചാടിക്കണം. കാരണം എനിക്കൊരു 10-15 ദിവസം കൂടെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കാല് കുത്തി നിൽക്കരുതെന്ന്. ഈ കുക്കിങ്ങൊക്കെ കാണുമ്പോൾ എൻ്റെ മക്കൾ ചോദിക്കും, അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞിട്ടാണ് ദിവസം വീഡിയോ ഇടുന്നുണ്ടെന്ന്. ഞാനപ്പോൾ എന്ത് പറയുന്നറിയാം, എല്ലാം പഴയതൊക്കെ ഇരുന്നത് ഞാനെടുത്ത് ഇടുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എത്ര കഴിയാലും 6 കഴിയാലും എനിക്ക് പിടിക്കുകയില്ല. അപ്പം മാഷ് ചോദിക്കാം, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താലും ഒരു വിശ്വാസം പോയാണെന്നോ പറയുന്നുണ്ട്. ഇതൊക്കെ തിളച്ചു. പിന്നെ അവിടെ കണ്ട് വേഗം ഇട്ട് കേട്ടോ. മറ്റേത് മുള്ളൻ നമുക്ക് വറക്കാം. വെള്ളടവ് കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഇതിലൊക്കെ ഒരുപാട് അപാകതകളാണ് കേട്ടോ. കുട്ടികളെ എനിക്ക് ഇതിൽ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ എന്തൊക്കെയോ കാണിക്കാം. ഇവിടെ സഹായത്തിനും ആരുമില്ലല്ലോ. കാരണം ഭാഷ ഇതിൻ്റെ വഴിക്ക് പോലും വരികയില്ല. 1-2 പ്രാവശ്യം ഫോട്ടോ കണ്ടത് ഞാൻ രഹസ്യമായിട്ട് എടുത്തു കാണും. അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിവിടെ തിളച്ച് വേകട്ടെ. 2 തിള തിളയ്ക്കുമ്പോൾ നമുക്ക് വേകാൻ തുടങ്ങിയാൽ പിന്നെ ഇളക്കരുത് കേട്ടോ. 2 തിള തിളച്ചാൽ നമുക്ക് ബാക്കി മീനെ ഞാൻ പൊത്തി വയ്ക്കട്ടെ. ഇത് മുള്ളനാണ് കേട്ടോ. ഇത് നമുക്ക് വറക്കാം. ഇന്നെടുക്കില്ല വെള്ളം ഞങ്ങൾക്ക് ധാരാളം മതി. എന്തെങ്കിലും മെഴുപ്പറ്റി കൂടെ വേണം.
ഇന്ന് ധാരാളം വരാം. മുളക് പുരട്ടി അങ്ങ് വയ്ക്കുക, അടച്ചു വയ്ക്കാം. അതിനെ അടച്ചു വയ്ക്കാം. ഇത് കുരുമുളക് ജീരകവും എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ മതി. ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് തിളയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 വരി എന്തെങ്കിലും ചൊല്ലിയാലോ. എൻ്റെ പാട്ടൊന്നും അല്ല കേട്ടോ. മുരുകൻ കാട്ടാക്കടയുടെ കവിത എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സുഗതകുമാരി ടീച്ചറുടെ, ONV സാറിൻ്റെ ഒക്കെ പഴയ ആൾക്കാരുടെ അത് പഴയ അതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ആദ്യം ആ പിന്നലെ പിരിയുന്നു രേണുകേ, നാം 2 പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. പിരിയുന്നു രേണുകേ, നാം 2 പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഇത്ര പ്രണയത്തിൻ്റെ ആ വൈകാരികതയും തീവ്രതയും ആ വിരഹത്തിൻ്റെ തീവ്രതയും എല്ലാം മുരുകൻ കാട്ടാക്കട ഇതിൽ കാണിച്ചിട്ടുണ്ടല്ലേ. അത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ കേൾക്കുമ്പോൾ എന്തൊരു സവിശേഷതയാണെന്നറിയാം. പിന്നീട് വേറൊരു കുട്ടി പേരും അത് നന്നായിട്ട് ചൊല്ലി. നമ്മളൊക്കെ ഇങ്ങനെ ചൊല്ലുന്നു അത്രേ ഉള്ളൂ. എനിക്ക് ഞാൻ ഈ വയസ്സുകാലത്തിന് എന്ത് ഒരു കാലത്ത് നന്നായിട്ട് കവിതകളും പാട്ടും ഒക്കെ പാടിയിരുന്നു. ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ഇത് നോക്കൂ. എല്ലാം തിളച്ചു. ഇനി ഞാൻ ഇളക്കുന്നില്ല കേട്ടോ. നിങ്ങളതിനെ ഒന്നും പറയണ്ട. ഒന്ന് ഇവരെ യോജിപ്പിക്കുന്നേ ഉള്ളൂ. എന്താ നല്ല ടേസ്റ്റ്. ഇപ്പം തന്നെ രുചിയുണ്ട് കേട്ടോ. ഇതവിടെ കിടന്ന് വേകട്ടെ. നമുക്കൊന്ന് അടച്ച് ചെറുതായിട്ട് അടയ്ക്കാം കേട്ടോ. കുറച്ച് ഹോൾ അവിടെ കിടക്കണം, കുറച്ച് ഗ്യാപ്പ് ഇവിടെ കിടക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഇതിന് അവിടെ കിടന്ന് കുറുകി വറ്റട്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു സുദിനം ആശംസിക്കുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം. നിങ്ങൾക്കൊക്കെ എല്ലാ സർവൈശ്വര്യങ്ങളും തരാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതിയതായിട്ട് വരുന്നതെന്ന് അറിയണ്ട, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എനിക്ക് ഒരുപാടൊന്നും കാഴ്ചവെക്കാനില്ല. ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങളല്ലേ ഉള്ളൂ. ഒന്നാമത് ഒരുപാട് ടെക്നിക്കൽ സൈഡിൽ വിഷയങ്ങൾ ഇതിനകത്തൊക്കെ വരുന്നുണ്ട്, എനിക്കറിയാം. എൻ്റെ കാലത്ത് ടെക്നോളജി ഇങ്ങനൊന്നും ഡെവലപ്പ് ചെയ്യാത്തൊരു കാലഘട്ടത്തിലല്ലേ ഞാൻ ജീവിച്ചതും. ആ മേഖലയിലല്ലല്ലോ ഞാൻ പഠിപ്പിച്ചതും. ഞാൻ അധ്യാപികയല്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വലുതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പരിമിതികളില്ലേ. പിന്നെ ഒരു ടീച്ചറായിരുന്നത് കൊണ്ട് ഒരുപാട് നമുക്കങ്ങനെ മറ്റുള്ളവരെ പോലെ അങ്ങോട്ടങ്ങ് ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ച് ഫ്രീഡം നമുക്ക് കുറവല്ലേ അധ്യാപികയായതുകൊണ്ട്. എന്നാലും ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങൾ എന്നോട് ഒക്കെ ക്ഷമിക്കണം. സദയം സ്നേഹപൂർവ്വം നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. സരസ്വതി സരയു നിങ്ങൾ മറക്കരുത് കേട്ടോ. ബായ്. നമ്മുടെ മീനൊക്കെ ഇവിടെ കാണാൻ തിളച്ച് കുറുകുന്നുണ്ട് കേട്ടോ. 2 തള നല്ല തള വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഞാൻ തിരുതാത്തോടെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അതിനെ വാങ്ങി വെളിച്ചെണ്ണ, ഒരു 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇഷ്ടം പോലെ കൊണ്ടുകൂടെ വെച്ചിട്ട് നമ്മുടെ കറിവേപ്പില ഊരിയിടും. അതുപോലെ ബായ്.